ഇലഗമൺ ഹരിഹരപുരം സെന്റ് തോമസ് UP സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം മതിൽ ചാടിക്കടന്ന യുവാവെത്തിയത്. തുടർന്ന് വിദ്യാർത്ഥികളോട് തട്ടിക്കയറുകയും വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കുട്ടികളുടെ ബഹളം കേട്ടെത്തിയ ഹെഡ്മാസ്റ്റർ കാണുന്നത് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന യുവാവിനെയാണ്. അതിക്രമം ചെറുക്കുന്നതിനിടെയാണ് ഹെഡ്മാസ്റ്ററെ ഇയാൾ ആക്രമിച്ചത്. പരീക്ഷ നടന്നിരിക്കുമ്പോൾ അവൻ 2 തവണ വന്നിരുന്നു. അവനെ ഞാൻ പറഞ്ഞു വിട്ടു. പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകുന്ന സമയത്ത് കാറിൽ കയറിയതിനു ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം, ഫസ്റ്റ് ട്രിപ്പ് കുട്ടികൾ കാറിൽ കയറിയതിനു ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോഴത്തേക്കും ബാക്കിയുള്ള കുട്ടികളെല്ലാം കിടന്ന് വലിയ ബഹളവും നിലവിളിയൊക്കെ ആയിരുന്നു. ഭയങ്കര ഭീകര അന്തരീക്ഷമായിരുന്നു. വളരെ പ്രയാസമുണ്ടായി. അത് ഇയാൾ കുട്ടികളുടെ ബാഗുകൾ പിടിച്ചുവാങ്ങി. സ്കൂളിലെ വാതിലുകളും ജനാലകളും ചവിട്ടി തകർത്തു. സ്കൂൾ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. അടിച്ചു തകർത്ത ചില്ലുകൾ കൊണ്ട് കുട്ടികളെ ആക്രമിക്കുകയും ചെയ്തു. മയക്കുമരുന്നിന്റെ ഒരു ഭീകരത വളരെ ഇതായിട്ട്, പ്രത്യേകിച്ച് ഒഴിഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ പള്ളി പരിസരം എന്ന് പറയുന്നത്. വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. പല ആൾക്കാരും അൺടൈമിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പള്ളി തൊടിയിലോ ഈ സ്ഥലങ്ങളിലോ ഒക്കെ വന്ന് ഇതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ശീലമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് സംഭവിച്ചത്. കാരണം ഈ HMുമായോ ഈ പുള്ളിയായിട്ട് ഒരു ബന്ധവുമില്ല. കുട്ടികളുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ യുവാവിനെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തലയ്ക്കും നെഞ്ചിനും മർദ്ദനമേറ്റ അധ്യാപകൻ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. 18 വയസ്സ് പ്രായമുള്ള യുവാവ് ലഹരി അടിമയാണെന്നും ലഹരിയിലാണ് യുവാവിന്റെ പരാക്രമമെന്നും നാട്ടുകാർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.